എന്ത് ചെയ്യാൻ പോവാ? കൂലിവേലയ്ക്ക് പോകണം. കൂലിവേല എടുത്ത് 50-100 വാങ്ങിച്ചാണോ നീ രക്ഷപ്പെടുത്താൻ പോകുന്നത്? പറ, അത്ര നാളെ നിന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? മുൻപ് ഞാനുണ്ടായിരുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും നീ ഉള്ളത്. എന്റെ അച്ഛനമ്മയെ നോക്കണം, അനിയത്തേക്കൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കണം. അതിനുവേണ്ടിയാ ഞാൻ എന്റെ ശരീരം വിറ്റത്. എന്റെ മനസാക്ഷിക്ക് എന്താ ശരിയെന്ന് തോന്നിയത് അതാ ഞാൻ ചെയ്തത്. ഇന്ന് അവർക്കൊരു കുറവുമില്ല. അവരെല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നത് കാണുമ്പോ എനിക്ക് എന്റെ വേദനകളൊന്നും അറിയുന്നില്ല. പണ്ടൊക്കെ ചില സ്ത്രീകൾ കെട്ടിയ ഭർത്താവിന്റെ ആഗ്രഹം നിറവേറ്റാൻ, ജീവൻ രക്ഷിക്കാനും തനിക്ക് എന്ത് സംഭവിച്ചാലും സ്വന്തം മാനം പോലും നോക്കാതെ ഭർത്താവിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടത്രേ. ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നില്ല? ഇവിടെ നോക്കുന്നില്ല. എനിക്ക് നിന്റെ കണ്ണീരൊപ്പം മാത്രമേ കഴിയൂ. പക്ഷെ നീ വിചാരിച്ച മാത്രമേ നിനക്ക് നിർത്താൻ സാധിക്കൂ. നിന്റെ ഭർത്താവ് രക്ഷപ്പെടണം. നീ തീരുമാനിക്ക. എന്റെ മനസ്സും ശരീരവും നീയാ ഷൺമുഖം. ഒരമ്മയുടെ രക്തമാണ് കുഞ്ഞിന് പാലാകുന്നത്. നിന്റെ ജീവൻ രക്ഷിക്കാൻ എന്റെ ശരീരമാണ് മരുന്നെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. തീരുമാനിച്ചോ? താഴെ ഇട്ടിട്ട് ഞാനിപ്പോ നിന്നെ വെട്ട് നോക്കിക്കോ. മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഹേ, ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? താൻ കളിക്കുന്നേ. 2 മണിക്കൂർ എക്സ്ട്രാ ചോദിക്കണം കേട്ടോ. പ്രശ്നമൊന്നുമില്ലാണ്ട് നോക്കിക്കോളൂ. ഇവിടെ കൊണ്ടുപോ. മഹേശ്വരി, എന്താ ചെയ്യുന്നേ? ഡ്രസ് മാറ്റിക്കൊണ്ടിരിക്കുവാ. എല്ലാരും സുഖം അന്വേഷിച്ചാണോ ഇവിടെ വരുന്നേ? ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. ഇപ്പോഴത്തെ ചുറ്റുപാട് അങ്ങനെ ആയിപ്പോയി. വലിയ റേറ്റൊന്നും കിട്ടില്ല. കല്യാണം കഴിഞ്ഞതും കൂടിയല്ലേ. ചെറുപ്പക്കാർ പെമ്പിള്ളേരെ അയച്ചാൽ തന്നെ 1000 കുറ്റം പറയും. കരഞ്ഞുകൊണ്ടാ കാശ് തരുന്നത് തന്നെ. ഈ തൊഴിൽ തന്നെ ആകെ കഷ്ടപ്പാടിലായി. എന്ത് ചെയ്യാനാ? അങ്ങനെ വിടാൻ പറ്റുമോ? ആ, കുലത്തൊഴിലായി പോയില്ലേ. കവിതേ, ശരി, നീ നാളെ കൂട്ടിക്കൊണ്ടുവാ. പൊയ്ക്കോ. ശരി. നോക്കിയേ, നമ്മുടെ MLA ചോദിച്ചോണ്ടിരിക്കുന്നില്ലേ, അങ്ങോട്ട് അയക്കേ. മൈനറേ, വാങ്ങുന്നവനെയും വിൽക്കുന്നവനെയും ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചാലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവൂ. അവരൊന്ന് വെയിറ്റ് ചെയ്യട്ടെ. ഹേയ്, നിങ്ങൾ എന്താണ് ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നേ? ചെന്ന് നിങ്ങളുടെ കളി കളിക്കാൻ നോക്ക്. അവരൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യല്ലേ. 3 നാട്ടുകാരുടെ കണ്ണു മുഴുവൻ നിന്റെ പുറത്താ ഉള്ളത്. ഞാൻ നിന്നെ കല്യാണം കഴിച്ചതുകൊണ്ട് എല്ലാവർക്കും വല്ലാത്ത അസൂയ. എല്ലാരുടെ കണ്ണും ഇതോടെ പോട്ടെ. നേതാവേ, ഫ്രഷ് പീസാ. എത്ര പേരെ ഞാൻ അയച്ചിട്ടുണ്ട്. അതിലൊന്നിനെയല്ലേ പെണ്ണുപിള്ള ആക്കിയത്. എന്നെ വിശ്വസിക്കുന്നേ. അരമണിക്കൂറല്ലേ? തീർച്ചയായിട്ടും എത്തിയേക്കാം. എത്ര തരുമെന്നാ പറഞ്ഞേ? 3000 രൂപ തരുമെന്ന്. അതിൽ PAക്ക് 300 കൊടുക്കണം, ഡ്രൈവറിന് 100 കൊടുക്കണം, പഴയ ബ്രോക്കറിനെ കട്ട് ചെയ്യാൻ 500 കൊടുക്കണം, വഴി പോലീസുകാർ ചെക്ക് പോസ്റ്റിൽ പിടിച്ചാൽ 200 അവിടെ കൊടുക്കണം, ബംഗ്ലാവിലെ വാച്ച്മാന് 100 നിനക്ക് തരണം. ഇത്രയും സെറ്റപ്പ് ചെയ്യുന്ന എനിക്ക് ഒരു 500 രൂപയെങ്കിലും വേണ്ടേ? ഇത്രയെങ്കിലും കിട്ടിയില്ലെങ്കിലേ ഈ തൊഴിൽ പിന്നെ ഞാനെന്തിനാ ചെയ്യുന്നേ? എടോ മൈനറേ, ആ പെണ്ണ് ആദ്യമായിട്ട് നമ്മളെ വിശ്വസിച്ച ഈ തൊഴിലേക്ക് വന്നിരിക്കുന്ന ഒരു 3000 രൂപയെങ്കിലും കിട്ടണ്ടേ അവക്ക്? ഫ്രഷാ, രാത്രി മുഴുവൻ ഉണ്ടാവും പറഞ്ഞ ഒരു 5000 രൂപ ചോദിച്ചു നോക്ക്. നേതാവേ,
ആ അപ്പൊ അങ്ങനെ ചെയ്യാം. ഇതാ ഇപ്പൊ തന്നെ അയച്ചേക്കാം. ഈ പെണ്ണിന്റെ ഒരു ഭാഗ്യമാ ശരിയെന്ന് അയാൾ പറഞ്ഞു. ഞാൻ പോയി വണ്ടി ഏർപ്പാട് പോ, ചെയ്യാം. പോ, ചെന്ന് വണ്ടി റെഡിയാക്ക്. നീല ഇങ്ങോട്ട് വന്നേ. അടുത്ത് വാ മോളെ. ദേ നോക്ക്, ആദ്യമായിട്ട് പോകുന്നതാ, പ്രശ്നം ഉണ്ടാക്കാതെ മിടുക്കിയായിരിക്കണം. ഈ തൊഴിലിൽ അങ്ങനെ കയറ്റം ഇറക്കമൊക്കെ ഉണ്ടാവും. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. കല്യാണം കഴിയാത്തവനാണെങ്കിൽ കാമുകയായിരുന്നു, കല്യാണം കഴിഞ്ഞവനാണെങ്കിൽ മറ്റൊരു ഭാര്യയായിട്ട് നിന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഭാര്യയെ ഇഷ്ടമുള്ളവൻ പോലും സ്വത്ത് വില്ലിലാ എഴുതി വെക്കാറുള്ളത്. പക്ഷെ നിന്നെപ്പോലൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാ എല്ലാം വിറ്റവൻ കൈ തരും. അതാണ് നമ്മുടെ തൊഴിലിന്റെ മഹത്വം. എന്തിനാടി നിന്റെ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെച്ചിരിക്കുന്നേ? നമ്മുടെ മനസ്സിൽ എത്ര ദുഃഖമുണ്ടെങ്കിലും മുഖത്തത് കാണിക്കാനേ പാടില്ല. ഗോദാവരി, ഗോദാവരി. ആ ഇതാ വരുന്നു ചേച്ചി. എന്താ ചേച്ചി? ഇവളെ വേണ്ട വിധത്തിൽ അണിയിച്ചൊരുക്കി കൊണ്ടുവാ. ഉം. പോ മോളെ, പോയിട്ട് വാ. ആ വാ. കണ്ടില്ലേ എന്ത് ഭംഗിയാ നിന്നെ കാണാനായിട്ട്. വാ പതുക്കെ വാ. നോക്കി. എന്റെ ഈശ്വര, ഇത്രയും സൗന്ദര്യം എവിടുന്നാടി നിനക്ക്? നിന്റെ പേരെന്താന്നാ പറഞ്ഞ? നില. നീലാവോ? രാത്രി വന്നിട്ട് രാവിലെ കാണാതെ പോകുന്നതോ? അത് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി ലക്ഷ്മിന്ന് മാറ്റിക്കും. എങ്കിൽ മാത്രമേ അടുത്തടുത്ത പാർട്ടി എടുത്തുനിന്ന് പൈസ കൂടുതൽ വാങ്ങിക്കാൻ പറ്റൂ. നോക്കിയോ, പൈസ വരാൻ പോവാ. ലക്ഷ്മി അല്ലേ? ശരി, പോയിട്ട് വാ. ഏയ് നിക്ക്, ഈ തൊഴിലിന് ഇതിന്റെ ആവശ്യമില്ല. നമ്മുടെ തൊഴിൽ ചെയ്യുന്നവരെ നിത്യ കല്യാണി എന്നാണ് പറയാറ്. നമ്മുടെ അടുത്ത് വരുന്നവർ മാറിയാലും നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെയാ. എന്നും കല്യാണം, എന്നും ആദ്യ രാത്രിയാ. നിന്റെ അലങ്കാരം താറുമാറായാലും അഴക് പോകരുത്. ഒന്ന് മനസ്സിലാക്കിക്കോ. എവിടെ പോയാലും കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇതാണ് ഫസ്റ്റ് ടൈം എന്ന് പറയണം. ഇഞ്ഞോ നോക്കിയേ, ആണുങ്ങളെ എല്ലാവരെയും ചുമ്മാ അങ്ങ് പറ്റിക്കാൻ പറ്റില്ല. അവരോട് ചോദിച്ചാലുവേ ഇതാ ഫസ്റ്റ് ടൈം എന്ന് അവര് പറയുന്നത്. ഒന്ന് പോടും. ശരി മോളെ, നീ പോയിട്ട് വാ. നീല, വാ, അകത്ത് വാ. എന്തൊരു സൗന്ദര്യം നിനക്ക്. ചന്ദനത്തിന്റെ കളറാണല്ലോ. നിന്റെ കൈ കൊണ്ട് ഈ ബട്ടൺ ഒന്ന് അഴിച്ചേ. ആഹാ, കൊള്ള. അങ്ങനെ അടിപൊളി മണം. ആ ആ
ഓ ആ ആ ആ ആ എന്റെ അമ്മോ 2 മണിക്കൂറിലൊരിക്കൽ ഈ ഗുളിക കൊടുക്കണം. ഇല്ലെങ്കിലേ സിറ്റുവേഷൻ മോശമാവും. ഫിക്സ് വരാൻ സാധ്യതയുണ്ട്. എനിക്ക് പോണം. ഫുൾ നൈറ്റ് എന്നാണല്ലോ എന്നോട് പറഞ്ഞത്. 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു വരാം. ഷൺമുഖ, എനിക്ക് മരുന്ന് കഴിക്കേ. കിടന്നു. പറഞ്ഞ പോലെ തന്നെ നീ എത്തിയല്ലോടി. നിന്നെ പോലുള്ള കുടുംബിനികളോടുള്ള സുഖം വലിയ സുഖം തന്നെയാ. കുപ്പയിൽ മുളച്ചാലും കൂണിന് കുറച്ച് രുചി കൂടുതലായിരിക്കും. KPR പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചു. അതിനുശേഷം KPR തന്ന വീട്ടിൽ ഞാനും ഷൺമുഖവും താമസിച്ചു. എങ്ങനെയൊക്കെയോ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ജീവിതം ദിശ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.